ജൂതന്മാർക്കൊപ്പം ചേർന്ന് പലസ്തീനും ഹമാസിനുമെതിരെ യുദ്ധം ചെയ്യുന്ന മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ അറബ് മുസ്ലിങ്ങൾ ഇസ്രായേലിന് വേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറാകും. അവർ ഏറ്റെടുക്കുന്ന ജോലികളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് അവർ യഹൂദരുടെ സംരക്ഷണം നടത്തി വന്നത്. ഇസ്രായേൽ സൃഷ്ടിക്കാനുള്ള യഹൂദരുടെ ശ്രമങ്ങൾക്കൊപ്പം ഇവരുടെ കൂടി പങ്കും അത്ര വലുതാണ്. ലോകത്തിലെ ഏക ജൂതരാജ്യമാണ് ഇസ്രായേൽ. എന്നാൽ ഇവിടെ താമസിക്കുന്നത് ജൂതന്മാർ മാത്രമല്ല, ധാരാളം അറബ് മുസ്ലിങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട്. അതിലൊന്നാണ് ബാദു അഥവാ ബദൂയിൻ മുസ്ലിം സമുദായം. തെക്കൻ ഇസ്രായേലിന്റെ മണൽ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന നാടോടികളായ അറബ് വംശജരാണ് ബാദുക്കൾ. എന്നാൽ മറ്റ് അറബ് സമുദായങ്ങളെ പോലെ ഈ മുസ്ലിങ്ങൾക്ക് പണമോ അധികാരമോ ഉണ്ടായിരുന്നില്ല. ആട്ടിടയന്മാരായി ജോലി ചെയ്യുന്ന വിഭാഗമായിരുന്നു ബാദുക്കൾ. ആടുകളെ മേയ്ക്കാനുള്ള സൗകര്യത്തിനായാണ് ഇവർ അതിർത്തികളിൽ താമസിച്ചിരുന്നത്. ജൂതന്മാരുമായി ബന്ധം തുടങ്ങിയതും ഇങ്ങനെയാണ്. 16-ാം നൂറ്റാണ്ടിൽ തുർക്കി ഭരണാധികാരികൾ ഇസ്രായേൽ പിടിച്ചെടുത്തു. ഓട്ടോമൻ തൂക്കികളുടെ ആക്രമണമുണ്ടായതോടെ ഇസ്രായേലിലെ ജനങ്ങൾ തങ്ങളുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ബോധവാന്മാരായി. ബാദു മുസ്ലിങ്ങൾ വളരെ ശക്തരും സത്യസന്ധരുമായിരുന്നു. മാത്രമല്ല, ഇവർക്ക് മറ്റ് അറബ് മുസ്ലിങ്ങളുമായി ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ജൂതന്മാർ അവരുടെ സുരക്ഷയ്ക്കായി ബാദു മുസ്ലിങ്ങളെ ആശ്രയിക്കാൻ ആരംഭിച്ചത്. ഇസ്രായേലികൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി ബാദു മുസ്ലിങ്ങളെ വീട്ടിലും നാട്ടിലെ തങ്ങളുടെ സ്ഥാപനങ്ങളിലുമൊക്കെ നിയമിച്ചുകൊണ്ടിരുന്നു. ആട്ടിടയന്മാരായി ജോലി നോക്കിയിരുന്ന ബാദു മുസ്ലിങ്ങൾ ഇതോടെ മരുഭൂമികൾ ഉപേക്ഷിച്ച് നാടുകളിലും നഗരങ്ങളിലും താമസമാക്കി തുടങ്ങി. ഹമാസിനെതിരെ പോരാടുന്ന ബാദുയിൻ അറബ് മുസ്ലിങ്ങൾ, ബാദുക്കൾ സൈന്യത്തിലുണ്ട്. തങ്ങൾ ഏറ്റെടുക്കുന്ന ജോലികളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് ബാദുക്കൾ യഹൂദരുടെ സംരക്ഷണം ഇന്നും നടത്തി വന്നത്. ഇസ്രായേൽ സൃഷ്ടിക്കാനുള്ള യഹൂദരുടെ ശ്രമങ്ങൾക്കൊപ്പം നന്ദി സൂചകമായി ബാദുകളും കൂടി. യഹൂദർക്കൊപ്പം ബാദുകളും മറ്റു അറബ് രാജ്യങ്ങൾക്കെതിരെയാണ് നിലനിന്നത്. ഇതോടെ യഹൂദർക്ക് ബാദുക്കളോട് വിശ്വാസം കൂടുതൽ ശക്തമായി. വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് രൂപീകരിച്ചു. ആദ്യകാലത്ത് വിവരശേഖരണത്തിന് കൃത്യമായ മാർഗങ്ങളൊന്നും ഇസ്രായേൽ സേനയ്ക്ക് ഇല്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബാദുക്കൾ തങ്ങളുടെ പാരമ്പര്യമായ ഇടയന്മാരുടെ വേഷത്തിൽ കറങ്ങി നടന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് കൈമാറിയത്. തുടർന്ന് സൈന്യം ശക്തമായതോടെ ഇടയന്മാരായിരുന്ന മുസ്ലിങ്ങൾ ജൂതന്മാരുടെ സൈന്യത്തിനൊപ്പം പ്രവർത്തിക്കാൻ ആരംഭിച്ചു. സൈനിക സേവന സംബന്ധമായി ബാദു മുസ്ലിം അംഗങ്ങൾ ഇസ്രായേലിന്റെ പ്രധാന പ്രദേശങ്ങളിൽ താമസം ആരംഭിക്കുകയായിരുന്നു. അതേസമയം അവരുടെ കുടുംബങ്ങൾ അപ്പോഴും മരുഭൂമിയിലായിരുന്നു താമസിച്ചിരുന്നത്. വൈദ്യുതി, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അന്ന് അവർക്കുണ്ടായിരുന്നില്ല. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ ബാദുക്കൾ സഹായിച്ചതിന് പകരമായി മരുഭൂമിയിലെ അവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇസ്രായേൽ സർക്കാർ തിരിച്ചും നന്ദിപൂർവ്വം ചെയ്തു കൊടുത്തു. ഇതിനിടെ തെക്കൻ ഭാഗത്ത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു യൂണിറ്റ് രൂപീകരിക്കപ്പെട്ടു. ഗാസയോട് ചേർന്നുള്ള പ്രദേശമായിരുന്നു ഇവിടം. 1986-ൽ ബാദു മുസ്ലിങ്ങളും ഈ യൂണിറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു. ഇന്നു ബാദു മുസ്ലിങ്ങൾ ഇസ്രായേലിന്റെ എല്ലാ അതിർത്തി പ്രദേശങ്ങളിലും ശക്തമായ സൈനികരായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഇസ്രായേലിൽ താമസിക്കുന്ന ജൂതന്മാർ നിർബന്ധിത സൈനിക സേവനത്തിന് അർഹരാണ്. ബാദു മുസ്ലിങ്ങൾക്ക് ഈ നിർബന്ധിത സൈനിക സേവന നിയമം ബാധകമല്ല. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഒരു നിശ്ചിത കാലയളവിലേക്ക് സൈനിക പരിശീലനം നേടണം എന്നാണ് ഇസ്രായേലിലെ ജൂതന്മാർക്കുള്ള നിയമം. അതേസമയം ബാദു മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ പരിശീലനത്തിൽ പങ്കെടുക്കാം, പങ്കെടുത്തില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം ബാദു മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട നിരവധി തലമുറകൾ ഇസ്രായേൽ സൈനിക സേവനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാദു മുസ്ലിങ്ങളിലെ പുതിയ തലമുറയും അവരുടേതായ രീതിയിൽ സൈനിക പരിശീലനം സ്വന്തമാക്കുന്നുണ്ട്. ജൂതന്മാരുടെ സൈന്യത്തിൽ ബാദു മുസ്ലിം സമുദായത്തിലെ ആളുകൾ വർദ്ധിക്കുന്നതായിട്ടാണ് കണക്കുകൾ പുറത്തുവരുന്നത്. എന്നാൽ കൃത്യമായി എത്ര ബാദു മുസ്ലിങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. തങ്ങളെക്കുറിച്ച് വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമേ ഇവർ പരസ്യപ്പെടുത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ നിഗൂഢമായ വിഭാഗമായി ഇവരെ കണക്കാക്കുന്നു. ഇത്തരത്തിലുള്ള നിഗൂഢ സ്വഭാവം നിലനിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് ബാദു മുസ്ലിങ്ങൾ ഇസ്രായേൽ സൈന്യത്തിലെ ഇന്റലിജൻസ് പോസ്റ്റുകളിൽ നിയമിക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി മണൽ നിറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നല്ല കരുത്താണ്. മണലിൽ അവ്യക്തമായ കാൽപ്പാടുകൾ കണ്ടാൽ പോലും അതുവഴി കടന്നുപോയത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ബാദു മുസ്ലിങ്ങൾക്ക് ഉണ്ട്. ഈ സമൂഹത്തിലെ പുരുഷന്മാർ പരുന്തുകളെ വളർത്തുന്നുണ്ട്. ഈ പരുന്തുകളുടെ സഹായത്തോടെ അവർ മറ്റു ചെറിയ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വേട്ടയാടുന്നു. ശക്തമായ കൊടുങ്കാറ്റിനിടയിലും ഇവർക്ക് ലക്ഷ്യം നേടാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. നിലവിൽ 2 ലക്ഷത്തിലധികം ബാദു മുസ്ലിങ്ങൾ ഇസ്രായേലിൽ താമസിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പലസ്തീനോട് ചേർന്ന് കിടക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സൈന്യത്തിന്റെയും അവരുടെ സൈനിക ജീവിതത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന ഒരേയൊരു മുസ്ലിം സമുദായം കൂടിയാണ് ബാദുക്കൾ. ലോകത്താകമാനം 40 ലക്ഷത്തോളം ബാദു മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ. ഇസ്രായേലിന് പുറമെ ഈജിപ്ത്, സിറിയ, ജോർദാൻ, സൗദി, ഇറാഖ്, ലിബിയ എന്നിവിടങ്ങളിലും ബാദു മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളിലെ മറ്റു മുസ്ലിം സമുദായങ്ങളെ പോലെ ബാദു മുസ്ലിങ്ങൾ സമ്പന്നരല്ല എങ്കിലും അറബികളുടെ ഏറ്റവും ശുദ്ധമായ സമൂഹമാണ് ഇവരെന്ന് കണക്കാക്കപ്പെടുന്നു.